ഹരേ കൃഷ്ണ. എന്തുകൊണ്ടാണ് കൃഷ്ണനെ മുരാരി എന്ന് വിളിക്കുന്നത്? അതിനു മുന്നേ പറയട്ടെ, നിങ്ങൾക്ക് ഈ കൃഷ്ണ വിഗ്രഹം, ഈ ഫോട്ടോയിൽ കാണുന്ന കൃഷ്ണ വിഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല. ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് ആരും ഷെയർ ചെയ്യരുത്. ഇനി ഈ കഥ നിങ്ങൾക്കറിയാമോ? എത്ര ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് കൃഷ്ണനെ മുരാരി എന്ന് വിളിക്കുന്നത്? എന്താണ് ഇതിന് അർത്ഥം? ശ്രീ മഹാവിഷ്ണുവിന്റെ പേരുകളിൽ ഒന്നാണ് മുരാരിയിലെ. ശ്രീകൃഷ്ണൻ ശ്രീ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായതിനാൽ മുരാരി എന്നും അറിയപ്പെടുന്നു. സന്യാസി കശ്യപന് മുര എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. ശക്തനാകാൻ ഒരു തപസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. വർഷങ്ങളോളം അദ്ദേഹം ശ്രീ ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചു. സന്തുഷ്ടനായ ശ്രീ ബ്രഹ്മദേവൻ മുരയ്ക്ക് ഒരു അനുഗ്രഹം നൽകി. വരം ഇതായിരുന്നു: ഏതെങ്കിലും യുദ്ധക്കളത്തിൽ ഒരാൾ മുരയെ സ്പർശിച്ചാൽ ആ വ്യക്തി അനശ്വരനാണെങ്കിലും ഉടൻ മരിക്കും. ഈ വരം കൊണ്ട് മുര അജയ്യനായി മാറി. അവൻ ഇന്ദ്രനെ ആക്രമിച്ചു. തൽഫലമായി മുരയുമായി യുദ്ധം ചെയ്യാൻ കഴിയാതെ ഇന്ദ്രന് സ്വർഗം വിട്ടു പോകേണ്ടി വന്നു. മുര യമനെ ആക്രമിച്ചു. അദ്ദേഹം ഉടൻ തന്നെ സഹായം അഭ്യർത്ഥിച്ച് ശ്രീ വിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടി. മുരയെ തന്റെ അടുത്തേക്ക് അയക്കാൻ ശ്രീ വിഷ്ണു യമനോട് ആവശ്യപ്പെട്ടു. ശ്രീ മഹാവിഷ്ണു സമുദ്രതീരത്ത് തന്നെ കാത്തിരിക്കുകയാണെന്ന് യമൻ മുരനോട് പറഞ്ഞു. മുര ശ്രീ വിഷ്ണുവിന്റെ അടുത്തെത്തി. ശ്രീ മഹാവിഷ്ണു: മുര, നിനക്ക് എന്താണ് വേണ്ടത്? മുര: എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ശ്രീ മഹാവിഷ്ണു: നിനക്ക് എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ എന്തിനാണ് നിന്റെ ഹൃദയം ഇത്രയധികം വിറയ്ക്കുന്നത്? നിനക്ക് പേടിയുണ്ടോ? പേടിച്ചരണ്ട ഒരാളോട് ഞാൻ ഒരിക്കലും വഴക്കിടില്ല. മുര ആശയക്കുഴപ്പത്തിലായി. ശ്രീ വിഷ്ണു പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ അവൻ തന്റെ ഹൃദയത്തിൽ തൊടാൻ ശ്രമിച്ചു. ഹൃദയത്തിൽ സ്പർശിച്ച ഉടനെ അവൻ വീണു മരിച്ചു. അന്നു മുതൽ ഭഗവാൻ വിഷ്ണുവിനെ മുരാരി എന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ.